തലസ്ഥാനത്ത് വട്ടിയൂർക്കാവ് ഷൂട്ടിംഗ് റേഞ്ചിൽ ഷൂട്ടിംഗ് പരിശീലനത്തിന് ഉപയോഗിക്കുന്ന തോക്കുകളുടെ ലൈസൻസ് പുതുക്കാനുള്ള അടിയന്തര നടപടി സ്വീകരിക്കാൻ കായികമന്ത്രി ഒ.ജെ. ജനീഷ് നിർദ്ദേശം നൽകി. കഴിഞ്ഞ ദിവസം വൈകിട്ട് സ്ഥലം എം.എൽ.എ. കൂടിയായ മന്ത്രി കെ മുരളീധരനൊപ്പം ഷൂട്ടിംഗ് റേഞ്ച് സന്ദർശിച്ച മന്ത്രി കായിക വകുപ്പ് ഡയറക്ടർക്ക് നിർദ്ദേശം നൽകുകയായിരുന്നു. കഴിഞ്ഞ 2 വർഷത്തിനിടെ 6 പ്രാവശ്യം മുൻ സർക്കാരിന് കത്ത് നൽകിയെങ്കിലും അനുകൂല നടപടി ഉണ്ടായില്ലെന്നാണ് പരാതി. തുടർന്ന് വിഷയം ശ്രദ്ധയിൽപ്പെട്ട മന്ത്രി അടിയന്തരമായി ഇടപെടൽ നടത്തണമെന്ന് ഡയറക്ടർക്ക് നിർദ്ദേശം നൽകുകയായിരുന്നു. ഷൂട്ടിംഗ് റേഞ്ചിന്റെ പരിപാലനത്തിലെ പോരായ്മകൾ മന്ത്രി കെ മുരളീധരൻ മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു. തുടർന്നായിരുന്നു സന്ദർശനം. ഇന്ത്യയിലെ തന്നെ പ്രധാനപ്പെട്ട 5 ഷൂട്ടിംഗ് റേഞ്ചുകളിലൊന്നായ വട്ടിയൂർക്കാവിൽ കഴിഞ്ഞ 6 വർഷമായി ഒരു ടൂർണമെന്റും നടക്കുന്നില്ല. ഷൂട്ടിംഗ് റേഞ്ചിന്റെ പരിപാലനം മുടങ്ങിയ അവസ്ഥയിലാണ്. അടിയന്തരമായ അറ്റകുറ്റപ്പണികൾ നടത്താനും മന്ത്രി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഷൂട്ടിംഗ് റേഞ്ചിന്റെ പ്രതിമാസ പരിശീലന ചെലവ്, ആവശ്യമായ ജീവനക്കാരുടെ എണ്ണം എന്നിവ സംബന്ധിച്ച റിപ്പോർട്ട് നൽകാൻ സ്പോർട്സ് കേരള ഫൗണ്ടേഷൻ ചീഫ് എഞ്ചിനീയറോട് മന്ത്രി ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് 2015 35ാമത് ദേശീയ ഗെയിംസിന്റെ ഭാഗമായി കായിക മേഖലയ്ക്ക് മുതൽക്കൂട്ടാകാൻ സ്ഥാപിച്ച ഷൂട്ടിംഗ് റേഞ്ച് കഴിഞ്ഞ കാലങ്ങളിൽ കടുത്ത അവഗണനയാണ് നേരിട്ടതെന്ന് മന്ത്രി കെ മുരളീധരൻ സന്ദർശനത്തിന് ശേഷം വ്യക്തമാക്കിയിരുന്നു. ഷൂട്ടിംഗ് രംഗത്ത് നിരവധി പ്രതിഭകളെ വാർത്തെടുക്കാൻ ശേഷിയുള്ള വട്ടിയൂർക്കാവിലെ ഷൂട്ടിംഗ് റേഞ്ചിനെ പുനരുജ്ജീവിപ്പിക്കാനുള്ള സമഗ്രമായ പദ്ധതി കായിക വകുപ്പിന്റെ സഹകരണത്തോടെ നടപ്പാക്കുമെന്നും മന്ത്രി കെ മുരളീധരൻ വ്യക്തമാക്കിയിട്ടുണ്ട്. ജി മലയാളം ന്യൂസ്, തിരുവനന്തപുരം. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ ജി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.